അപ്പോൾ നമ്മളിപ്പം വാട്ട് ഈസ് എ ബൈജക്ഷൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് അതിന് നമ്മളൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എക്സിൽ നിന്ന് വൈയിലേക്ക്. എക്സിലെ സെറ്റാണ് എലമെന്റ്സ് ആണ് x1, x2, x3, x4. വൈയിലെ എലമെന്റ്സ് y1, y2, y3, y4. x1 y1ലേക്ക് റിലേറ്റ് ചെയ്യുന്നു, x2 y2ലേക്ക്, x3 y3ലേക്ക്, x4 y4ലേക്ക്. അപ്പൊ ഇത് ക്ലിയർ ആണ്. ഇതൊരു എന്താണ് ബൈജക്ഷൻ ആണ് അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണ്. കാരണം എന്താ 1, 1 ആണ്, 1, 2 ആണ്. അപ്പൊ നോക്കുക, ഇവിടെ ഈ ഫംഗ്ഷൻ f is a function from x to y. ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന എന്താണ്, ഈ x1 y1ലേക്ക് റിലേറ്റ് ചെയ്യുന്നു, x2 y2ലേക്ക് റിലേറ്റ് ചെയ്യുന്നു. അതിന് ജനറൽ ആയിട്ട് നമുക്കൊരു ഡിഫൈൻ ചെയ്യാം. എന്താണ് f of x is equal to y. എന്താണ് ഇവിടെ ഫംഗ്ഷൻ f ചെയ്യുന്നത്, x-നെ y-ലേക്ക് റിലേറ്റ് ചെയ്യുന്നു, x1നെ y1ലേക്ക് റിലേറ്റ് ചെയ്യുന്നു, x1നെ y1 ആക്കുന്നു, അല്ലെങ്കിൽ y1 എന്ന് പറയുന്ന x1ന്റെ വാല്യൂ ആണ്. അതായത് ഈ ഫംഗ്ഷൻ f-ൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. x2നെ y2ലേക്ക്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന f of x ഈക്വൽ ടു y. ഓക്കെ, അപ്പൊ നോക്കാം, ഈ x1 y1ലേക്ക്, x2 y2ലേക്ക് റിലേറ്റ് ചെയ്യുന്നു, x3 y3ലേക്ക്, x4 y4ലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ y എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് x-ലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലേ? y1 related to x1, y2 related to x2, y3 related to x3, y4 related to x4. അതായത് എഫിൽ നിന്ന് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ബൈജക്ഷൻ ആണെങ്കിൽ, അതായത് 1, 1, 1, 2 ആണെങ്കിൽ നമുക്ക് വൈയിൽ നിന്ന് എക്സിലേക്കും ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ആ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇൻവേഴ്സ്. അതിനെന്ത് പറയും, ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എഫ് ഇൻവേഴ്സ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം y to x. അവിടെ എന്തായിരിക്കും അതിനെ ഡിഫൈൻ ചെയ്യുക? എഫില് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സ് വൈയിലേക്കാണ് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സിൽ എന്തായിരിക്കും, ആ വൈ എക്സിലേക്ക് റിലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു എക്സ്. മനസ്സിലായോ? അപ്പോൾ f is a function from x to y is a 1, 1 and 1, 2 function or bijection. Then we have another function from y to x denoted by f inverse e raised to minus 1 f inverse. That is inverse of the function f, and it is a function from y to x. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? f inverse y is equal to x. എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ, അതായത് എഫ് എക്സ് വൈയിലേക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും, വൈ എക്സിലേക്ക് റിലേറ്റ് ചെയ്യും. അതായത് എഫ് ഓഫ് x1 y1 ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് y1 എന്തായിരിക്കും, x1. എഫ് ഓഫ് x2 y2 അല്ല ഇവിടെ. അപ്പോൾ എഫ് ഇൻവേഴ്സ് y2 എന്ന് പറയുന്നത് x2. അങ്ങനെ എഫ് ഇൻവേഴ്സ് y3 x3, എഫ് ഇൻവേഴ്സ് y4 x4. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എഫ് ഫ്രം x to y is denoted by f raised to minus 1, and it is a function from y to x. And f inverse y is equal to x if and only if f of x is equal to y. ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്താണ്? എക്സ് വൈയിലേക്ക് എഫിൽ റിലേറ്റ് ചെയ്യുമ്പോൾ വൈ എക്സിലേക്ക് എഫ് ഇൻവേഴ്സിൽ റിലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ ഒരു എലമെന്റും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആക്കാൻ ഇതിനൊരു ഇമേജ് വേണം. അത് നമ്മൾ y3ലേക്ക് കൊടുക്കും. നോക്ക്, ഈ ഒരു കേസിൽ ഇത് 1, 1 ആണ്. 1, 1 ആണോ? അല്ല. കാരണം എന്താ, y3ക്ക് 2 പ്രീമേജ് ഉണ്ട്. 1, 2 ആണോ? 1, 2 ആണ്. അപ്പോൾ ഇതൊരു ബൈജക്ഷൻ അല്ല. അപ്പോൾ ബൈജക്ഷൻ അല്ലാതെ ആകുമ്പോൾ നമുക്ക് വൈയിൽ നിന്ന് എക്സിലേക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് y1 x1ലേക്ക്, y2 x2ലേക്ക്. നമുക്ക് y3ക്ക് 2 ഇമേജ് അങ്ങനെ വരും. അപ്പോൾ അതൊരിക്കലും ഫംഗ്ഷൻ ആവില്ല, ഒറ്റ ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ഒരു ബൈജക്ഷൻ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഫംഗ്ഷൻ ഒരു ബൈജക്ഷൻ അല്ലെങ്കിൽ 1, 1 1, 2 അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം, ബൈജക്ഷൻ ആയിരിക്കണം. ദാറ്റ് ഈസ് a function f is invertible എന്ന് പറഞ്ഞാൽ inverse function of f if and only if f is a bijective.
ഇൻവേർട്ടബിൾ ആവണമെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കണം, ബൈജക്റ്റീവ് ആവുകയാണെങ്കിൽ ഇൻവേർട്ടബിൾ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഇൻവേർട്ടബിൾ ആകുമ്പോൾ അതെന്തായിരിക്കും 1 1 on 2 ആയിരിക്കും. 1 1 on 2 അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും, ആ ഫംഗ്ഷനെ നമുക്ക് ഇൻവേർട്ടബിൾ ആക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. Inverse of a function f from x to y is denoted by f inverse and it is a function from y to x and is defined as f inverse y equal to, f inverse is a function from y to x alle, therefore f inverse of an element in the y, that is f inverse of y equal to x if and only if അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, f of x is equal to y, f x നെ y ലേക്ക് റിലേറ്റ് ചെയ്യും. or f inverse y is equal to x if and only if, ഇതിന്റെ സിമ്പിൾ ആണിത്, if and only if or implies and implied by f of x is equal to y. ഇപ്പോൾ ഇത് ഈ കണ്ടീഷൻ ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും, ഈ കണ്ടീഷൻ ആണെങ്കിൽ ഇതും സാറ്റിസ്ഫൈ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി അതിന്റെ നോട്ടായിട്ട് നമുക്ക് എന്ത് പറയാം, എ ഫംഗ്ഷൻ f is invertible if and only if f is a bijection.